നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവത്കരണവും കൊറോണയും പ്രവാസികളെ പാടെ തളർത്തിയിട്ടും പിടിച്ചുനിന്ന പ്രവാസികൾക്ക് മുട്ടൻ പണി. ഇനി മുതൽ പണിയെടുത്താൽ മാത്രം പോരാ, പ്രവാസികൾക്ക് തങ്ങളുടെ വിവിധ സേവനങ്ങൾക്ക് നൽകേണ്ടി വരിക ഇരട്ടിത്തുകയാണ്. അതായത് കുവൈറ്റിലെ വിവിധ സർക്കാർ സേവനങ്ങൾക്ക് പ്രവാസികൾ നൽകേണ്ട ഫീസ് കുത്തനെ കൂട്ടാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് റെസിഡൻസ് പെർമിറ്റ് പുതുക്കുന്നതിനുൾപ്പെടെ ഏതാണ്ട് എല്ലാ സേവനങ്ങൾക്കും ഫീസ് വർദ്ധിക്കാനാണ് സാധ്യത. ചില ഫീസുകൾ 14 മടങ്ങ് വർദ്ധിക്കുമെന്ന് അൽഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. അടുത്ത വർഷം മുതലാണ് ഫീസ് വർധന നിലവിൽ വരിക. സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ ക്യാന്റീൻ, കിയോസ്ക് നടത്തിപ്പുകാർക്ക് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ഫീസാണ് 1400% വർദ്ധിച്ചത്. നിലവിൽ 20 ദിനാറാണ് ഇതിനായി ഈടാക്കി വരുന്നത്. അടുത്ത വർഷത്തോടെ ഇത് 300 ദിനാറായി വർദ്ധിപ്പിക്കാനാണ് മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം. പ്ലോട്ടുകൾ വിഭജിക്കാനും ഒരുമിച്ച് ചേർക്കാനും നിലവിൽ 10 ദിനാർ ഈടാക്കുന്ന സ്ഥാനത്ത് 40 ദിനാറാക്കി ഉയർത്തും. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പുതുതായി സമർപ്പിക്കുന്നതിനും നിലവിലുള്ളവ പുതുക്കുന്നതിനും പുതുതായി 80 ദിനാർ ഫീസ് ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യാപാര ആവശ്യങ്ങൾക്കായി സർക്കാർ സ്ഥലം അനുവദിച്ചു നൽകുന്നതിനുള്ള അപേക്ഷയ്ക്ക് പുതുതായി 100 ദിനാർ ഫീസ് ഏർപ്പെടുത്തും. ഇത് പുതുക്കുന്നതിന് 200 ദിനാറാണ് ഈടാക്കുക. അടുത്ത വർഷം മുതൽ പ്രവാസികളിൽ നിന്ന് ഈടാക്കുന്ന സർക്കാർ ഫീസുകൾ 5 ഇരട്ടി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ വർധനവ് അതിലേറെ കൂടുതലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കുവൈറ്റിലെ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനിടെ രാജ്യത്തെ 60 കഴിഞ്ഞവരും ബിരുദയോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിനുള്ള ഫീസ് 50 ദിനാറിൽ നിന്ന് 500 ദിനാറാക്കി ഉയർത്താനും അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കാനും മാൻ പവർ അതോറിറ്റി തീരുമാനം എടുത്തിരുന്നുവെങ്കിലും അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇത് കാരണം 10,000-കണക്കിന് പ്രവാസികൾ വിസ പുതുക്കാനാവാത്ത സ്ഥിതിയിലാണ്. ഈ വർഷം ജനുവരിയിൽ 60 കഴിഞ്ഞവരുടെ വിസ പുതുക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി തീരുമാനമായിരുന്നുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അത് റദ്ദാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് 500 ദിനാർ ഫീസ് ഈടാക്കി ഹെൽത്ത് ഇൻഷുറൻസ് വ്യവസ്ഥയോടെ വിസ പുതുക്കി നൽകാൻ തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം കാത്തുകഴിയുകയാണ് മാൻ പവർ അതോറിറ്റി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.